നമസ്തേ. ആ നമസ്തേ നമസ്തേ. നമസ്തേ. ആ നമസ്തേ. നമസ്തേ. ആ നമസ്തേ. ഞാനെന്തിനാ എഴുന്നേൽക്കുന്നത്? ഇത് ജനാധിപത്യ, ഡെമോക്രസി, എല്ലാവരും സമം. സ്കൂളിൽ പഠിച്ചതൊന്നും അല്ല പെണ്ണ സിനിമ. മുതിർന്നവരും സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വന്നാൽ എഴുന്നേറ്റ് നിന്ന് വിഷ് ചെയ്യുന്നതിലൊന്നും തെറ്റില്ല. ഇതൊന്നും നിന്റെ ഡെമോക്രസിയിൽ പറഞ്ഞിട്ടില്ലേ? എഴുന്നേൽക്ക്. എന്താ എന്നെ എന്നേക്കുമായി ഉപേക്ഷിച്ച് കളഞ്ഞത്? ഞാൻ പ്രാണന് തുല്യം സ്നേഹിച്ച നിങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്നത് മറന്നതെന്താ? എന്റെ കണ്ണുകൾ മറന്നുവോ? ഓർമ്മയില്ലേ കൺമണിയെ? എനിക്ക് മറുപടി തരൂ. മനസാക്ഷിയോട് യാചിക്കുന്നു, കൈവിടരുത്. ഡയലോഗ് മറന്നല്ലേ? കൽപ്പന, കൽപ്പന, എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ സെറ്റ് പോവില്ല. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. എനിക്ക് ആക്ടിങ്ങും വേണ്ട, സിനിമയും വേണ്ട. ഇതാ നോക്ക്, സെറ്റിൽ ആനന്ദൻ സാർ വന്ന് നിനക്കായി വെയിറ്റ് ചെയ്യുന്നു. ചിരിച്ച തെറ്റും മിണ്ടിയ തെറ്റ്. ഇരിക്കരുത്, നിൽക്കരുത്, എന്ത് ചെയ്താലും തെറ്റ്. എനിക്ക് വേണ്ട മുത്തശ്ശി. പിടിവശി പിടിക്കാതെ മോളെ. മാഡം ഡയറക്ടർ വിളിക്കുന്നു. ഞാൻ വരുന്നില്ല സർ. എനിക്കയാളെ ഇഷ്ടമല്ല. കൽപ്പന, മര്യാദയ്ക്ക് സംസാരിക്കേ. എപ്പോഴും എന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കില്ല. ഞാനെന്താ പ്രേതോ പിശാചോ മറ്റോ ആണോ? എനിക്ക് ഈ സിനിമ വേണ്ട സർ. ഞാൻ പോയി പഠിക്കട്ടെ. നമസ്കാരം ആനന്ദ. നമസ്കാരം. 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 ഷൂട്ടിങ്ങിന് വരുന്നുണ്ടോ ഇല്ലയോ? വരാന്ന് പറയേ. ആരാ തോക്കുമായിട്ട് ഷോട്ട് ഇടയില്ലേ? എന്തായി കാണിക്കുന്നേ? സോറി സർ. മറന്നു പോകരുത്, നമ്മുടെ ചിഹ്നം മറന്നു പോകരുത്. ആനന്ദിന് വെടിയേറ്റു. തീർന്നു. ആരാ ചെയ്തത്? ആരാ വെടിവെച്ചത് അറിയില്ല. എങ്ങനെയാ സംഭവിച്ചത് അറിയില്ല. തീർന്നു വരാ പറഞ്ഞേ. അങ്ങനെ പറയുന്നേ. ഇന്ന് തമിഴ്നാട് നടന്ന സംഭവം ഓർത്ത് കണ്ണീരൊഴുക്കുകയാണ് നടൻ ആനന്ദിനു വേണ്ടി. ഇതിനൊരു വിമോചനമേ ഉള്ളൂ. വേലുത്തമ്പിയാണ് നേതാവായ നമ്മുടെ കക്ഷി അധികാരത്തിൽ വരിക. ജനാധിപത്യത്തിന്റെ വധമാണിത്. നമ്മുടെ കക്ഷിയുടെ ശക്തി തകർക്കാനായി, അതിന്റെ അടിവേര് പിഴുതെറിയാനായി ശത്രുക്കൾ നടത്തിയ ചതിയാണിത്. സാധാരണഗതിയിൽ കളിത്തോക്ക് ഉപയോഗിച്ചാണ് പടംപിടിപ്പ് നടത്താറുള്ളത്. അതാണ് പതിവും. എന്നാൽ യഥാർത്ഥ തോക്കുപയോഗിച്ച് കഴുത്തിന് ലക്ഷ്യം വെച്ച് വെടിവെച്ചാൽ അതെങ്ങനെയാണ് വിപത്താകുന്നത്? അതാര് വിശ്വസിക്കും? ഭരണകക്ഷി വോട്ട് ചെയ്താൽ ഇവിടെ പാലാറും തേനാറും ഒഴുകുമെന്നല്ലേ പറഞ്ഞത്? എന്നാൽ ഇവിടെ കണ്ണീർ പുഴയല്ലേ ഒഴുകുന്നത്? ഇത്രയും കാലം ജനങ്ങൾ വഞ്ചിതരായത് മതി. ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ചതിക്കപ്പെടരുത്.
നമ്മുടെ ചിഹ്നം മറന്നു പോകരുത്. കൈയോട് കൈകോർത്ത് നാം ശ്രമിച്ചാൽ ഈ മണ്ണിന്റെ രാജാക്കന്മാരുടെ രാജാക്കളാകാം. ഉദ്ദേശശുദ്ധിയോടെ നാം എടുത്തു വെക്കുന്ന ഓരോ ചുവടും നമ്മളെ ഉന്നതികളിലെത്തിക്കും. കക്ഷി ജയിച്ചാൽ നമുക്ക് 158 സീറ്റ്. കാണാം. മനസ്സിലായില്ലേ? ഇത് കൽപ്പന. പാവം, വല്ലാതെ ഭയന്നു പോയി. ഇതിന്റെ മടിയിലേക്ക് വെടിയേറ്റ് വീണുകൊണ്ട് ദിവസം ആശുപത്രിയിൽ വന്ന് നിൽക്കും. എപ്പോഴാ എന്റെ കൂടെ ഡ്യൂറ്റ് പാടാൻ വരുന്നത്? ഈ 10 നാൾ കഴിഞ്ഞാൽ. വെയിറ്റ്. വരൂ 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 ആനന്ദ, വരൂ തമ്പി. ആയിരങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളപ്പോ നിനക്കൊന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങ് എന്തൊക്കെയോ തീരുമാനമെടുത്തു പലരും പറഞ്ഞറിഞ്ഞു. അധികം സംസാരിക്കരുത്. പൂർണ്ണ വിശ്രമം ഉണ്ടെങ്കിലേ അസുഖം വേഗം ഭേദമാവൂ. അങ്ങില്ലെങ്കിൽ നമ്മുടെ കക്ഷി. അതെ, ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാൻ പോവാ. അധ്യാപകൻ തന്നെ പരീക്ഷ എഴുതിയാൽ എങ്ങനെയാ? വിട്ടു നിന്നാൽ നമ്മുടെ കക്ഷി അനാഥമായി. ഇല്ല, എന്റെ പിൻഗാമികൾ ബലവാന്മാരാണ്, ബുദ്ധിശാലികളാണ്. നിങ്ങൾ തന്നെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കൂ, അങ്ങനെ ഭരിക്കൂ, നമ്മുടെ കക്ഷിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കൂ. എന്താ 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 ഇന്നലെ ആശുപത്രിയിൽ നിന്ന് വന്നത്. വിശ്രമം എടുക്കാതെ എന്തിനാ? എന്താ അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? ചിലർ മണിവർണ്ണനെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നു, ചിലർ എന്നോട് നിൽക്കാൻ പറയുന്നു. നിന്നോട് അദ്ദേഹം എന്ത് പറഞ്ഞു? നീ എന്ത് പറയുന്നു? പാർട്ടി നിന്റെ തീരുമാനത്തിന് കാത്തിരിക്കുക. മണിവർണ്ണൻ എന്താ പറഞ്ഞേ? അത് കള. പ്രശ്നം നീ എനിക്ക് വിട്ടേക്ക്. ശ്രീ വേലുത്തമ്പിയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ കക്ഷി മഹാഭൂരിപക്ഷത്തോടെ ജയിച്ചു വന്നെങ്കിലും മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതിനാൽ ജനാധിപത്യ മര്യാദ അനുസരിച്ച് നമുക്കെല്ലാം ചേർന്ന് ഒരാളെ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കാൻ ഒരാളിൽ കൂടുതൽ മത്സരിക്കാൻ ഉണ്ടെങ്കിലാണ് വോട്ടെടുപ്പ് ആവശ്യമായി വരിക. ഇപ്പോ താല്പര്യമുള്ളവരാരൊക്കെയായാലും പേരുകൾ നിർദ്ദേശിക്കാം. ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രൊഫസർ മണിവർണ്ണനെ ഞാൻ നിർദ്ദേശിക്കുന്നു. അതിനെ ഞാൻ പിന്താങ്ങുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കവിஞர் തമിഴ് സെൽവന്റെ പേര് ഞാൻ നിർദ്ദേശിക്കുന്നു. പിന്താങ്ങുന്നു. ഞാനതിനെ പിന്താങ്ങുന്നു. ഞാനും പിന്താങ്ങുന്നു. I, തമിഴ് സെൽവം എന്ന ഞാൻ do solemnly affirm that I will bear true faith and allegiance to the Constitution of India as by law established. നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിൽ യഥാർത്ഥ വിശ്വാസവും ദൃഢമായ ഉറപ്പും അർപ്പിച്ചിരിക്കുന്നു. That I will uphold the sovereignty and integrity of India. ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡതയെയും ഐക്യത്തെയും നിലനിർത്തുമെന്നും I will faithfully and consciously discharge my duties as Chief Minister for the state of Tamil Nadu. തമിഴ്നാട് സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി ആത്മാർത്ഥമായും മനസാക്ഷി പ്രകാരവും എന്റെ കടമകൾ നിർവഹിക്കുമെന്നും And that I will do right to all manner of people and
and according to the Constitution and the law, without fear or favor, affection or ill will. രാഷ്ട്രീയ സംവിധാനത്തിനും നിയമത്തിനുമനുസരിച്ച് യാതൊരുവിധ പക്ഷപാതവും കൂടാതെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അതീതമായി വിവിധ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സംശുദ്ധമായ ഭരണം നിർവഹിക്കുമെന്ന് ദൃഢമായി ഉറപ്പുതരുന്നു.